കേവലം റീച്ചിന് വേണ്ടി മാത്രമല്ല ഇന്ന് സാമ്പത്തികമായി നേട്ടമിട്ടും പല സ്ത്രീകളും പുരുഷന്മാരെക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും എളുപ്പം നോൺ ബെയിലബിളായിട്ട് പൂട്ടാൻ പറ്റുന്ന രണ്ട് വകുപ്പുകളാണ് പോക്സോയും പിന്നെ അല്ലാതെ അറ്റംപ്റ്റ് ടു റേപ്പ് എന്ന് പറയുന്നത്. ആ പെൺകുട്ടി കേവലം റീച്ചിന് വേണ്ടി അത്തരത്തിലുള്ള റീച്ചിലും അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടവും മനസ്സിൽ കണ്ടുകൊണ്ട് ആ പെൺകുട്ടി നടത്തിയ ഒരു നാടകമാണ്. ഒരുപക്ഷെ പെൺകുട്ടിയുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്താലും കേസ് പൊളിഞ്ഞു പോകും. എന്തുകൊണ്ട് ആ കുട്ടി പ്രതികരിക്കാതെ വീഡിയോ എടുത്തു എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യമായിരിക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ല, കൊലക്കുറ്റം കൂടെ ചുമത്തി പെൺകുട്ടി അറസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്ട്രൈക്ക് കൊടുക്കും. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കിയത്. ഈ ആരോപണം ഉന്നയിച്ച യുവതിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ യുവതിക്ക് നേരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉൾപ്പെടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വ്യാജ പരാതികളാണ് പുരുഷന്മാർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു അനുഭവം നേരിട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശ്രീ മുകേഷ് എം നായർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. കേവലം റീച്ചിന് വേണ്ടി മാത്രമല്ല ഇന്ന് സാമ്പത്തികമായി നേട്ടമിട്ടും പല സ്ത്രീകളും പുരുഷന്മാരെക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. പൈസ തന്നില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അത് ആ ഒരു പ്രത്യേകിച്ച് ഒരാളെ ഇന്ന് ഏറ്റവും എളുപ്പം നോൺ ബെയിലബിളായിട്ട് പൂട്ടാൻ പറ്റുന്ന രണ്ട് വകുപ്പുകളാണ് പോക്സോയും പിന്നെ അല്ലാതെ അറ്റംപ്റ്റ് ടു റേപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് വകുപ്പുകൾ ഇട്ടാൽ ഒരാൾക്ക് ബെയിൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി കേസ് കൊടുത്താൽ കേസ് കൊടുക്കപ്പെടുന്ന ആൾ നിരപരാധിയാണെങ്കിൽ പോലും പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ വാർത്ത ഓൾറെഡി നമ്മളെപ്പോൾ എല്ലാവരും വാർത്ത കൊടുക്കും. കാരണം ഇന്നൊരാൾക്കെതിരെ ഒരാൾ കൊടുക്കുമ്പോൾ പിന്നെ എല്ലാവരും കൊടുക്കും. അപ്പോഴത്തേക്ക് തന്നെ അയാളുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പേര് സാമൂഹിക മാധ്യമങ്ങളിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് ഇവർ മുതലാക്കുന്നത്. പക്ഷേ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും അല്ല, ഈ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ കോടതി കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ്. പൂർണ്ണമായ തെളിവുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം കോടതി അയാളെ വെറുതെ വിടുകയും അല്ലെങ്കിൽ പോലീസ് ഈ FIRന് മേലൊരു അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി പോലീസ് ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് കോടതി കൊടുക്കും. അതിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തിയാൽ പോലും അയാൾ രക്ഷപ്പെടും. പക്ഷേ അയാൾക്ക് ആദ്യം ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന 24 മണിക്കൂർ ഉണ്ടാകുന്ന ഒരു പേരുദോഷമുണ്ട്. ഈ പേരുദോഷത്തെ വിറ്റാണ് ഇവർ സാമ്പത്തികമായും അല്ലെങ്കിൽ റീച്ചായിട്ടും ഒക്കെ മുതലെടുക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെതിരെയാണ് നമ്മൾ വിഷൻ മെൻസ് കമ്മീഷൻ ഇത് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദീപകിൻ്റെ കേസിലുണ്ടായത് ആ പെൺകുട്ടി കേവലം റീച്ചിന് വേണ്ടി, റീച്ച് കിട്ടിയാൽ ഉറപ്പായിട്ടും ഫേസ്ബുക്കും യൂട്യൂബും മോണിറ്റൈസ്ഡ് ആണെങ്കിൽ സാമ്പത്തികം ഉണ്ടാവും. അത്തരത്തിലുള്ള റീച്ചിലും അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടവും മനസ്സിൽ കണ്ടുകൊണ്ട് ആ പെൺകുട്ടി നടത്തിയ ഒരു നാടകമാണത്. അപ്പോൾ ആ ഒരു നാടകത്തിന് തിരശ്ശീല വീണപ്പോൾ നഷ്ടപ്പെട്ടതൊരു ജീവനാണ്. അപ്പം അത്തരം ഇപ്പം ഞാൻ ഈ മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ ചിന്തിക്കുന്ന ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യാജ കേസ് ഉണ്ടായപ്പോൾ അതിൽ ഞാൻ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ പക്ഷേ ദൈവം സഹായിച്ച് കോടതിയിൽ ഞാൻ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. മാനസികാവസ്ഥ തീർച്ചയായിട്ടും ദീപകിനെ പോലെ ഞാൻ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാ ഇനി ജീവിച്ചിരിക്കണം, ഇത് നമുക്കെതിരെ ഒരു പക്ഷേ ഈ പറയുന്ന തെളിവുകൾ നമ്മളടുത്തുള്ളപ്പം നമ്മൾ എന്തിന് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആലോചിക്കുമ്പോൾ വിഷമം വരുന്നത്. കാരണം ഞാൻ അന്ന് കടന്നുപോയ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർക്കാം. കാരണം ഈ ഒരു വാർത്ത രാവിലെ ഞാൻ ചാനലിൽ വന്ന് എൻ്റെ സുഹൃത്തുക്കളെടുത്ത് അയച്ചു തന്ന സമയത്ത് നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വിഷമവും ബുദ്ധിമുട്ടും കൊണ്ട് ആ ഒരു നിമിഷത്തെ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ഞാൻ മനസ്സൊന്ന് പിടിച്ചു നിർത്തി അത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം നടക്കുകയും ചെയ്തു. എനിക്ക് തെളിയിക്കാനും പറ്റി. പക്ഷേ ഈ ഒരു പോലീസിൻ്റെ ഒരു ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് വന്ന വാർത്ത എല്ലാ ചാനലുകാരും കൊടുത്തില്ല, എല്ലാവരും ആ പ്രാധാന്യം കൊടുത്തില്ല. മറ്റേ മുകേഷ് എം നായർക്കെതിരെ FIR എന്ന് പറഞ്ഞ് കൊടുത്തവരൊന്നും പോലീസ് കോടതിയിൽ മുകേഷ് എം നായർ നിരപരാധി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്ത കാര്യം കൊടുത്തില്ല. അതിൽ പരിഭവമില്ല. ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ എന്നെക്കൊണ്ട് അറിയിക്കാൻ പറ്റുന്നവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അത്രേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ദീപകിൻ്റെ കേസിൽ ദീപക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇതുവരെ ഭരണപക്ഷത്തു നിന്നോ പ്രതിപക്ഷത്തു നിന്നോ അതിനെക്കുറിച്ചൊരു പ്രതികരണം പോലും നമ്മൾ കണ്ടില്ല. കാരണം ദീപക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു വോട്ട് ബാങ്ക് ഒന്നും അല്ലല്ലോ. പക്ഷേ മിഷൻ മെൻസ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ദീപകിൻ്റെ ഫാമിലിയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നമ്മളുടെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ്റെ രാഹുലിൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയണം, നമ്മൾ 1 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആദ്യ ഘട്ടമായിട്ട് ആദ്യ ഗഡുവായിട്ട്
1,00,000 രൂപ ധനസഹായമായിട്ട് കൊടുക്കുകയാണ്. അന്ന് താങ്കളുടെ കേസിൽ നിർണായകമായത് CCTV ആയിരുന്നു. എൻ്റെ കേസിൽ നിർണായകമായത് CCTV, എൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ഡാഷ് ക്യാമിൻ്റെ ഓഡിയോ വീഡിയോകൾ, പിന്നെ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ സാക്ഷിമൊഴിയുമാണ്. ആക്ച്വലി സംഭവം നടന്ന ഏകദേശം 4 മാസത്തിന് ശേഷമാണ് ഈ കുട്ടി എന്നെ വിളിച്ച് കാശ് ചോദിക്കുന്നത്. അപ്പോൾ ആ കാശ് ചോദിക്കുന്ന സമയത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് കാശ് കൊടുക്കേണ്ട കാര്യമില്ലെന്നും ഇത് അച്ഛന് സുഖമില്ലെന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ കാശടിക്കാനുള്ള പരിപാടിയാണെന്ന് അമ്മയും മോളും വിളിച്ച് കാശ് ചോദിച്ചു. അപ്പം ഞാനൊന്ന് കൊടുക്കാൻ നിസ്സമ്മതം ചോദിച്ചു. പക്ഷേ 2-3 ദിവസത്തിനകത്ത് എനിക്കെതിരെ അവർ പരാതി കൊടുക്കുകയുണ്ടായി. നമ്മൾ ഈ ഷൂട്ട് നടന്നു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏകദേശം അതിനൊരു 3-4 മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പം ഇതിൽ നിന്ന് അപ്പം തന്നെ കോടതി ഈ ഒരു സാധനം കോടതിയിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി. കാരണം എന്തുകൊണ്ട് ഈ 6 മാസം കാലതാമസം എടുത്തു? അതിനോടൊപ്പം കുട്ടിയുടെ അമ്മ ഷൂട്ട് സമയത്തുണ്ടായിരുന്നു, 10-20 വേറെ ആൾക്കാരുണ്ടായിരുന്നു. ആരും വേറെ ആർക്കും പരാതിയില്ല, അല്ലെങ്കിൽ അന്ന് ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചു. അതോടുകൂടി കേസ് പൊളിഞ്ഞുപോയി. ആൻറ്റിസിപ്പേറ്ററി ബെയിൽ സമയത്ത് തന്നെ പൊളിഞ്ഞുപോയി. പിന്നെ അതിനുശേഷമാണ് പോലീസ് റിപ്പോർട്ട് അനുകൂലമായിട്ട് വരുന്നത്. ഇത് തന്നെ ആയിരിക്കും ദീപകിൻ്റെ കാര്യത്തിൽ സംഭവിക്കുക. ഒരു പക്ഷേ പെൺകുട്ടിയുടെ പരാതി പ്രകാരം പോലീസ് കേസ് എടുത്താലും കേസ് പൊളിഞ്ഞു പോകും. എന്തുകൊണ്ട് ആ കുട്ടി പ്രതികരിക്കാതെ വീഡിയോ എടുത്തു എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യമായിരിക്കും. പ്രോസിക്യൂഷനെതിരെ ദീപകിൻ്റെ അഡ്വക്കേറ്റ് ചോദിക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം അതായിരിക്കും. എന്തുകൊണ്ട് തത്സമയം അവൻ്റെ കരണം അടിച്ച് പൊളിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഉണ്ടവരെ വിളിച്ച് പ്രതികരിച്ചില്ല, അതിനുപരി നിങ്ങൾ എന്തിന് റീൽസ് ചിത്രീകരിച്ചു എന്നതായിരിക്കും ചോദ്യം. അപ്പോൾ ആ കേസും പൊളിച്ചു. പക്ഷേ ദീപകിന് അതൊന്ന് താങ്ങാനും അതല്ലെങ്കിൽ അവിടെ വരെ എത്താനുള്ള ഒരു മനസ്ഥിതി ഇല്ലായിരുന്നു. അപ്പോൾ അത്തരം ഒരു വിഷമാവസ്ഥയാണ് അദ്ദേഹത്തെ ജീവൻ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇനി ഒരു ദീപക് ഉണ്ടാവരുതെന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് മാക്സിമം എന്ന് വെച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ല കൊലക്കുറ്റം കൂടെ ചുമർത്തി ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡെഫിനിറ്റായിട്ട് സ്ട്രൈക്ക് കൊടുക്കും. പെൺകുട്ടി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മിഷൻ മെൻസ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ ഒരു പന്തലുണ്ടായിരിക്കും, ഉറപ്പായിട്ടുണ്ടായിരിക്കും. ചുമ്മാ പറയുന്നതല്ല, ഉണ്ടായിരിക്കും. അതിൽ രാഹുൽ ഈശ്വർ, മുകേഷ് അംബാനിയും കാണും, തീർച്ചയായിട്ടും കാണും. പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഇതൊരു സംഘടനയോ അല്ലെ അതിന് വരുമാനമോ അല്ലെങ്കിൽ പിരിവോ ഒന്നുമില്ല. എൻ്റെയും രാഹുലിൻ്റെയും സ്വന്തം സാമ്പത്തികത്തിൽ നിന്നാണ് നമ്മളിത് ഓടിച്ചുകൊണ്ട് വന്നത്. ഓരോ സ്ഥലത്ത് യാത്ര പോകുന്നതും ഓരോ ധനസഹായം കൊടുക്കുന്നതും സാമ്പത്തിക സഹായമില്ലാത്തവർക്ക് നിയമസഹായം വരെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും ചെറിയ വക്കീലന്മാരെ അല്ല, കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല വക്കീലന്മാരുമാണ് നമുക്ക് വേണ്ടിയിട്ട് കേസിന് അപ്പിയർ ചെയ്യുന്നത്. നല്ല ഫീസുള്ള വക്കീലന്മാർ. പിന്നെ നമ്മളുടെ ഒരു ഇതിലായതുകൊണ്ട് അവർ ചെറിയ നമുക്ക് വേണ്ടിയിട്ടൊരു വോളണ്ടറി എന്നുള്ളൊരു രീതിയിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാലും കാശ് മേടിക്കാതെ ഒരു വക്കീലും നമുക്ക് വേണ്ടി ഹാജരാവില്ല. നിങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ നിരവധി പരാതികൾ നിലവിൽ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, ഒരു ദിവസം 5000-ഓളം പരാതി വന്ന ദിവസങ്ങൾ വരെ ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ ആ സമയത്ത് ആദ്യത്തെ ഒരാഴ്ചകളിൽ 5000-6000 പരാതികൾ വന്ന സമയമാണ്. ഇപ്പം ക്രമേണ കുറവാണ്. പക്ഷേ അത്രയും പരാതികൾ നടക്കുന്നുണ്ട്. നിസ്സാര കാര്യങ്ങളാണ്. ഓഫീസിൽ പിന്നെ ലേറ്റായി വന്നതിന് വഴക്ക് പറഞ്ഞതിന് പെൺകുട്ടി അദ്ദേഹം എന്നെ ലൈംഗിക ചുവയോടെ നോക്കി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുക. ഈ സീനിയർ ജൂനിയറായിട്ടുള്ള അപ്പോൾ കേസെടുത്തു, അയാളുടെ ജോലി പോയി. സ്ഥാപനം എന്ത് ചെയ്യാതെ പറഞ്ഞുവിടാനല്ലേ ശ്രമിക്കുകയുള്ളൂ. ഇത്തരം ലൈംഗിക ആസക്തിയുള്ള ആൾക്കാരെ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞ് സ്ഥാപനം അവരെ പറഞ്ഞു വിട്ടു. അത്തരത്തിൽ പറയുന്ന ഒരുപാട് കേസുകൾ. കാമുകനും കാമുകിയും ബ്രേക്കപ്പ് ആവുന്നു. ബ്രേക്കപ്പായി ഒരു മാസത്തിന് ശേഷം കാമുകിക്ക് പരാതി കൊടുക്കുന്നു. ഇയാൾ എന്നെ 268 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പിടിപ്പിച്ചു. 268 സ്ഥലങ്ങളിൽ കേസെടുക്കും പോലീസ്. പിന്നീട് തെളിവുള്ള അയാൾ നിരപരാധിയാണ്. കാരണം 268 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആദ്യത്തത് പീഡനം പോട്ടെ, രണ്ടാമത്തത് പീഡനം, മൂന്നാമത്തെ പീഡനം, ബാക്കി 265 എണ്ണം പീഡനമാണോ? അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജ പരാതികളാണ് ഒരു ദിവസം നമ്മളുടെ വെബ്സൈറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചില പരാതികൾ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. ഭർത്താവ് പൈസ കൊടുക്കാത്തതുകൊണ്ട് ഭാര്യ ഭർത്താവിനെതിരെ പരാതി കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഇവിടെ സംഭവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പോലീസ് കേസെടുക്കാറുണ്ട് കേട്ടോ. പരാതികൾ അതായത് ജെനുവിനും അല്ലാത്തതും ഉണ്ടാകും. ജെനുവിനും ഉണ്ടാവും. നമ്മളെപ്പോഴും മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ജെനുവിനായിട്ടുള്ള കേസുകൾ മാത്രം. കാരണം നമുക്കൊരു പരാതി കാണുമ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഒരു സീനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഫൈനൽ ഇയർ നിയമ വിദ്യാർത്ഥി കൂടെയാണ്. അപ്പോൾ നമ്മൾ കോടതിയും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്കൊരു കാര്യത്തിൻ്റെ FIR കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അതിൽ കഴമ്പുണ്ടെന്ന്. അപ്പോൾ അത്തരം വ്യാജ പരാതികൾക്കെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് ഓൾ കേരള മെൻസ് അസോസിയേഷന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം 5000-ലധികം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. അതായത് ഒരു ദിവസമാണ് ഇത്തരത്തിൽ പുരുഷന്മാരുടെ 5000-ലധികം പരാതികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുരുഷ കമ്മീഷൻ വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും
രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.